ആത്മമണവാളൻ യേശുവെ അറിയാമോ? അവനുമായി നീ നല്ല കൂട്ടാണോ? തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ? എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട്. വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ഭരണിയിലൽപ്പം എണ്ണയുണ്ടോ? പകരാൻ വെറും പാത്രം കണ്ടെത്തിയോ? എന്നാൽ നിനക്കൊരു വർധനവുണ്ട്. ആത്മമണവാളൻ യേശുവെ അറിയാമോ? അവനുമായി നീ നല്ല കൂട്ടാണോ? തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ? എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട്. കയ്യിൽ നിനക്ക് എന്തുണ്ട്? അഞ്ചപ്പവും 2 മീനുമുണ്ടോ? താതൻ കരങ്ങളിലേൽപ്പിക്കാമോ? എന്നാൽ നീയൊരു അനുഗ്രഹമാ. മുട്ടിന്മേൽ സെമിനാരി അംഗമാണോ? പ്രാർത്ഥന നിനക്കൊരു ശീലമാണോ? പ്രാർത്ഥനയ്ക്കായി മാത്രം അറിയുമുണ്ടോ? എന്നാൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ആത്മമണവാളൻ യേശുവെ അറിയാമോ? അവനുമായി നീ നല്ല കൂട്ടാണോ? തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ? എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. യെശയ്യാ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? 53-ാം അധ്യായം യെശയ്യാ 53-ൽ പറയുകയാണ് 4ഉം 5ഉം വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഇനി വചനം കേൾക്കുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഉള്ളത് പാപക്ഷമയ്ക്ക് വേണ്ടി മാത്രമല്ല യേശു കാൽവറിയിൽ യാഗമായത്, നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് രോഗസൗഖ്യം ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ്. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് അത് ജീവിതത്തിലോട്ട് വരുന്നത്. അതുകൊണ്ട് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുന്നു എന്നല്ല വചനം, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. വാസ്തവമായി എന്താണ് സംഭവിച്ചത്? ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് തൻ്റെ രക്തവുമായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി സദാ മധ്യസ്ഥനായി ജാഗരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പാപങ്ങളെയും ലംഘനങ്ങളെയും ക്ഷമിക്കുക മാത്രമല്ല, നമ്മുടെ രോഗങ്ങളുടെ സൗഖ്യമാകത്തക്കോണം ഒരു ശക്തി അതിന്മേലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ചില ആളുകൾ പറയാറുണ്ട്,
പാപക്ഷമ ശരിയാണ്, രോഗസൗഖ്യത്തെക്കുറിച്ച് പലരും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഈ കർത്താവ് പറഞ്ഞ വചനത്തിനൊന്നും മാറ്റയില്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്താണ് ചെയ്തത്? രോഗികളെ കണ്ടു, മനസ്സലിഞ്ഞു, അവരെ സൗഖ്യമാക്കി. ഇന്നും കർത്താവ് മനസ്സലിയുന്ന കർത്താവാണ്. നിങ്ങളൊരു വിഷയത്തിൻ്റെ മുഖത്താണ് നിൽക്കുന്നെങ്കിൽ, ഒരു രോഗത്തിൻ്റെ മുഖത്താണ് നിൽക്കുന്നെങ്കിൽ, ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ യേശു കർത്താവ് നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് വിശ്വസിക്കുകയാണ് അഭികാമ്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തി വ്യാപരിക്കും. ഏത് വിശ്വസിക്കുക? ദൈവവചനം വിശ്വസിക്കുക. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് യേശു കർത്താവ് പറഞ്ഞു. അപ്പം നമ്മുടെ ഇന്ന് രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവിടെ പറയാണ്, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചും ദണ്ഡിപ്പിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല സത്യം. എന്നിട്ട് പറയാൻ എന്താണ്? എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേൽക്കുകയായിരുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം എന്ത് ചെയ്യാണ്? തകർന്നു വരികയും. യേശു കർത്താവ് തകർന്നത് എന്തിനാ? ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടി യേശു തകർന്നു. എന്തിനു വേണ്ടി? നമ്മുടെ തെറ്റുകൾ മാറ്റാൻ, നമ്മുടെ അകൃത്യങ്ങൾ മാറ്റാൻ, നമ്മുടെ ശാപം മാറ്റാൻ, നമ്മുടെ രോഗം മാറ്റാൻ അടിയേറ്റിരിക്കുന്നു. അവിടെ പറയാണ്, എന്ന് വിചാരിച്ചു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. പിതാവുമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെട്ട് പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടിയ മാനവരാശിക്ക് പിതാവുമായി ഒരു സമാധാനം ഉണ്ടാക്കി തരാൻ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ, അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ, സൗഖ്യത്തിലേക്ക് വരാൻ, വിടുതലിലേക്ക് വരാൻ യേശു ക്രിസ്തു ഒരു കാരണമായി. അതാണ് നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേലായി, യേശു ക്രിസ്തുവിൻ്റെ മേലായി. എന്നിട്ട് പറയാണ്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. ഇനി വരാൻ പോവല്ല, വന്നിരിക്കുന്നു. വിശ്വസിക്കാം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. ഇതെപ്പോഴാണ് മത്തായി സുവിശേഷം പറയുന്നത്? വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകളാൽ ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാരെയും സൗഖ്യം വരുത്തി. എന്നിട്ടാണ് പറയുന്നത്, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ സുവിശേഷം പറയാണ്, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ സത്യമാണ്. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകാനാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ വ്യാധികളെ കർത്താവ് ചുമന്നാണല്ലോ, ഇവരുടെ ബലഹീനതകളെ കർത്താവ് എടുത്തതാണല്ലോ. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ ഈ വചനം കേൾക്കുന്നവർക്ക് സൗഖ്യം വന്നുമിരിക്കുന്നല്ലോ. അത് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ ഈ വചനപ്രകാരം സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. മുട്ടിന്മേൽ സെമിനാരി അംഗമാണോ? പ്രാർത്ഥന നിനക്കൊരു ശീലമാണോ? പ്രാർത്ഥനയ്ക്കായി മാത്രം അറിയുമുണ്ടോ? എന്നാൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ആത്മമണവാളൻ യേശുവേ അറിയാം. അവനുമായി നീ നല്ല കൂട്ടാണോ? തന്മാർവിൽ ചാരിയിരിക്കാറുണ്ടോ? എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട്.